ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ആംനിസ് വ്ലോഗ്. ഇറ്റ്സ് മിസ് വിനയ് ഹിയർ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ നല്ല കാലാവസ്ഥയാണ്, നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. രാവിലെ തൊട്ട് നല്ല വെയിലായിരുന്നുണ്ട്. ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറമ്പിലൊക്കെ ഒന്ന് വരാമെന്ന് കരുതി. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് പയർ, വെണ്ട, അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ട്. അപ്പോൾ അതൊക്കെ എന്തായിന്ന് അറിയണമല്ലോ. അപ്പോൾ മഴ പെയ്തിട്ട് മഴ കൊണ്ടുപോയോ അതോ നട്ടതോ അത് അവിടെ ഉണ്ടോ മുളച്ചോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് കേസ് ഒരു സംഭവം കണ്ടത്. ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അതായത് നല്ല മഴ പെയ്തപ്പോൾ നമുക്ക് ഉറവ വെള്ളം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ അങ്ങ് ഇടിഞ്ഞു. അങ്ങനെയാണ് ആശാൻ താഴെ വീഴാൻ കാരണം. നോക്കൂ, ഇത് ഉറവെള്ളമാണ്, നല്ല തെളിഞ്ഞ് ഉറവ വെള്ളം പോണോക്ക്. ഇത് നമുക്കൊരു 1.5 വർഷത്തോളം ആയി മരം ഉണ്ടായിട്ട്. നമുക്ക് എപ്പോഴും സീസണൊന്നുമില്ല, നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് നിറച്ച് പപ്പായ ഉണ്ടാവാറുണ്ട് ഇതിലെ. പച്ചയായിട്ടും പഴുത്തതായിട്ടുമൊക്കെ നമുക്ക് ഒത്തിരി പപ്പായ തന്ന ഒരാളാണ് ഈ കിടക്കണേ. നോക്ക്, ഇതിൽ കുറേ മൂക്കാത്തതൊക്കെയാണ്. കുറച്ചൊക്കെ മൂത്തതുകൊണ്ട് കുറച്ചൊക്കെ കുഞ്ഞാണ്, അധികമൊന്നും ആയിട്ടില്ല. എന്ത് ഭംഗിയായിട്ടല്ല, നല്ല കൊലകൊലയായിട്ട് നിറച്ച് തിക്കായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഓരോന്നും നല്ല ഉണ്ടാവാറുണ്ടാകുമ്പോൾ നിറച്ച് തിക്കായി ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളിത് കുറച്ചൊക്കെ കുത്തി കളയാറാണ് ഇടയിൽ നിന്ന്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കായ്ക്ക് അധികം വണ്ണം ഉണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇടയിൽ നിന്ന് കുറച്ചിങ്ങനെ കുത്തി കളയും. എന്നിട്ട് നിറച്ചുണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇത് വീണ് ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ച് തെറിച്ച് കിടപ്പുണ്ട്. ഇതിലൊരു മൂത്തൊരാളെ ഞാൻ കണ്ടു. നമുക്ക് എന്നാലും ഇതെടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന കപ്ലങ്ങയാണേ. പഴുത്താലും നല്ല മധുരമാണ്, കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പപ്പായ എന്ന് പറയുന്നത് ഒരുപാട് മിനറൽസും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകൾക്കും എല്ലുകൾക്കൊക്കെ ബലം നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഒക്കെ കൗണ്ട് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അലർജി, ആസ്മ തുടങ്ങിയ രോഗങ്ങളൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് പപ്പായ കഴിക്കുന്നത്. കൂടാതെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയുന്നു. മാത്രമല്ല പച്ചപ്പപ്പായയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ നമുക്ക് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിൻ്റെ ഒക്കെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒരു പരിധിവരെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. മലബന്ധം സുഗമമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആള് ചില്ലറക്കാരനല്ല, അടിപൊളി സാധനം കേട്ടോ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും പരമാവധി പപ്പായ യൂസ് ചെയ്യുക. കറിയായിട്ടും അതുപോലെ തന്നെ ജ്യൂസായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൽ ഇത് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം പലതരം അസുഖങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങൾ തന്നെയാണ്. നമ്മുടെ മുഖ സൗന്ദര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലേ കേസ് നമ്മുടെ മുടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ പപ്പായ അരച്ച് തലയിൽ തേക്കുന്നത് നല്ലതാട്ടോ. ഡ്രൈ സ്കിന്ന് മാറാനും ഡ്രൈ ഹെയർ ഒക്കെ മാറാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി ആരും പപ്പായ കിട്ടിയാൽ വെറുതെ കളയല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും പപ്പായ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും പപ്പായക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന്. അത് സത്യമാണ് കേസ്. ഒരുപാട് പോഷക ഗുണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പപ്പായ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ക്യാൻസർ കോശങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ഒരു പരിധിവരെ തടയുന്നു. അതുപോലെ തന്നെ പ്രമേഹത്തെ ചെറുത്ത് നിൽക്കാനൊക്കെ ഒരു കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുണ്ട്. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആശാൻ മുമ്പിൽ തന്നെ ആട്ടോ. നമുക്ക് സൺടാനൊക്കെ അടിച്ചിട്ടുള്ള നമ്മുടെ സൺടാൻ, അതുപോലെ തന്നെ സൺബേൺ, അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്കിത് അരച്ച് മുഖത്തിടുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങാനൊക്കെ, ചിലതരം മുറിവുകൾ, എല്ലാ മുറിവുകൾക്കല്ല, ചില മുറിവുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് പപ്പായൊക്കെ അരച്ചിടുന്നത് നല്ലതാണ്. പിന്നെ എന്താ, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പ്രമേഹ രോഗികൾക്ക്, പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ പപ്പായ പൂ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. വെറുതെ കൊണ്ടല്ല, അവർക്ക് അറിയാതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അവർ ആ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഈ പപ്പായയുടെ പൂവൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കും. അപ്പോൾ അത് എന്തിനോ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കൊളസ്ട്രോളാന്ന് തോന്നുന്നു, അതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, BP അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിനി എന്തായാലും കുറേ ദിവസത്തിന് തോരൻ വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ ആയിട്ട് പപ്പായ തന്നെ യൂസ് ചെയ്യാം. എന്തായാലും കുറേ ഉണ്ട്, കുറേ എണ്ണം മൂക്കാത്തതും പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വേറൊരു തൈ വെച്ച് പിടിപ്പിക്കേണ്ടിയിരിക്കും. കാരണം നമുക്ക് കാലങ്ങളായിട്ട് നമുക്ക് ഇതിന്ന് വിളവ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് എന്തായാലും വേറൊരാളെ നട്ടുപിടിപ്പിക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ആളെന്തായാലും നട്ടുപിടിപ്പിക്കണം. അപ്പം നിങ്ങൾക്കൊക്കെ കപ്ലങ്ങ ഇഷ്ടമാണോ? എന്തായാലും പല നാട്ടിലും പല പേരിലല്ലേ പപ്പായ അറിയപ്പെടുന്നത്. പപ്പായ, കപ്ലങ്ങ, കറുവത്തുംകായ, ഓമയ്ക്ക, അങ്ങനെ എന്തോരം പേരുകളിലാണ് പല സ്ഥലങ്ങളിലും പലതായിട്ടാണ് അറിയപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിട്ട് നമ്മളിതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങൾ എന്തായാലും വാല്യൂ കൊടുത്തേ പറ്റൂ. കാരണം അത്രയും ഗുണങ്ങളാണ് ഗെയ്സ്. ഇതിന് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ അറിയുന്നവർ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അറിയാത്തവർക്ക് കൂടി നമ്മുടെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.